അങ്ങനെ മോളിവുഡ് ടൈംസ് സിനിമ കണ്ടു. നമ്മുടെ നസ്ലിൻ മെയിൻ ലീഡിൽ വന്നിട്ടുള്ള മൂവിയാണ്. ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അഭിനവ് സുന്ദർ നായക്, നമ്മുടെ മുകുന്ദനുണി അസോസിയേറ്റ്സ് മൂവി ഡയറക്റ്റ് ചെയ്ത പുള്ളിയാണ്. ആ പടം നിങ്ങൾക്ക് അറിയാമല്ലോ, ഗംഭീര പടമാണ്. അതേ ഒരു പ്ലോട്ടിൽ തന്നെ അതേ ഒരു ലെവലിൽ തന്നെ എടുത്തിരിക്കുന്ന ഒരു മൂവിയാണ് ഈ സിനിമ. ഇതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ ആഷിഖ് ഉസ്മാനാണ്. പിന്നെ സ്റ്റാറിങ് നമ്മുടെ നസ്ലിന്, ഷറഫുദ്ദീൻ ഉണ്ട്, സംഗീതുണ്ട്, പിന്നെ ജഗദീഷ് ഉണ്ട്, പിന്നെ റോഷൻ ഷാനവാസ്, അങ്ങനെ കുറച്ച് കാസ്റ്റിംഗ് കാര്യങ്ങളുള്ള സിനിമയ്ക്കകത്തുണ്ട്. സിനിമാറ്റോഗ്രാഫി വിശ്വജിത്ത് ഒടുക്കത്തിൽ, എഡിറ്റ് ചെയ്തിരിക്കുന്ന നിതിൻ രാജ്, അഭിനവ് സുന്ദർ നായക് തന്നെയാണ്, പുള്ളി തന്നെ എഡിറ്റിങ്ങും. മ്യൂസിക് ജെക്സ് ബിജോയാണ്. പ്രൊഡക്ഷൻ കമ്പനി നമ്മുടെ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ്റെ കമ്പനിയാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോമഡി ഡ്രാമ ആ ഒരു പ്ലോട്ടിൽ വരുന്നൊരു മൂവിയാണ്. നമ്മുടെ മുകുന്ദനുണി അസോസിയേറ്റ്സ് ഏത് രീതിക്ക് കഥ പറഞ്ഞു പോകുന്നൊരു ടൈപ്പ് ഉണ്ടല്ലോ, ഒരു മൈൻഡിന്ന് നമ്മുടെ മൈൻഡ് സെറ്റിൽ നിന്ന് കഥ പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, മൈൻഡിലുള്ള സൗണ്ട് ഓവറും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഈ സിനിമയും പോകുന്നത്. പക്ഷെ കിടിലം പടം. എനിക്ക് ഭയങ്കര വർക്കായി സിനിമ. പക്ഷെ എത്ര പേർക്ക് ഈ സിനിമ വർക്കാകും എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നല്ല രീതിക്ക് സിനിമ വർക്കായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ സിനിമ പോകുന്നൊരു എന്താ പറയുക, ആ ഒരു ട്രാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ ആ നസ്ലിൻ്റെ ക്യാരക്ടർ, നസ്ലിൻ ഒരു രക്ഷയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി അങ്ങ് മാറ്റിയെടുത്ത്. ഇത്രയും നാളുണ്ടായിരുന്ന ഒരു പാവം പയ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. പുള്ളിയെ മീൻസ് നസ്ലിനെ കാണുമ്പോൾ നമുക്ക് ഒരു സംഭവം ഉണ്ട്, ആ കൊച്ചു പയ്യനാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് തോന്നുള്ളൂ. ഇപ്പം പ്രേമലു കണ്ടായാലും നമുക്കൊരു സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു നായകൻ ആ ഒരു സംഭവം തോന്നത്തില്ല, ഒരു പയ്യൻ അങ്ങനത്തെ രീതി. പക്ഷേ ഇതിലത് മാറ്റിയെടുത്തിട്ടുണ്ട്. ആ രീതിക്കുള്ള ഒരു ക്യാരക്ടറും ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇമോഷൻ സീനൊക്കെ 1-2 സീൻ വരുന്നുണ്ട്. അത് ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരെ. അടിപൊളിയായിരുന്നു, അടിപൊളി. നസ്ലിൻ ഹാറ്റ്സ് ഓഫ്. പിന്നെ നമ്മുടെ ഡയറക്ടർ അത് ഒന്നും പറയാനില്ല. പുള്ളി ഈ ഒരു എന്താ പറയുക, മലയാള ഇൻഡസ്ട്രിക്ക് ഒരു ജമ്മി തന്നെയാണ് പുള്ളിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. നല്ല രസമുള്ളൊരു എന്താ പറയുക. പക്ഷേ എത്ര പേർക്ക് ദഹിക്കും എന്നുള്ള അറിയില്ല. പക്ഷേ എനിക്കത് മുകുന്ദനുണി അസോസിയേറ്റ്സ് ഞാൻ കണ്ട് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് മുകുന്ദനുണി. അപ്പോൾ അതേ രീതിക്ക് തന്നെയാണ് ഈ സിനിമയും കഥ പറഞ്ഞിങ്ങനെ പോകുന്നത്. നല്ല രസമായിട്ട് എന്താ പറയുക, അതൊരു വേറൊരു രീതിക്കാണ്. പക്ഷേ ഫുൾ സ്പീഡാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ മുകുന്ദനുണി അസോസിയേറ്റ്സ് ആയാലും അതും ഭയങ്കര സ്പീഡാണ് സിനിമ എന്ന് പറഞ്ഞാൽ. ഒരു സെക്കൻഡ് നമ്മളെ ലാഗ് അടിപ്പിക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ അങ്ങ് മറ്റേ ടപ്പേന്ന് സീനുകൾ പൊയ്ക്കൊണ്ടിരിക്കും. അതേ കണക്കാണ് ഈ സിനിമയ്ക്കകത്തും. സീൻസൊക്കെ പെട്ടെന്ന് പോകും, നല്ല രീതിക്ക് സ്പീഡായിട്ട്. ഒരു സെക്കൻഡ് പോലും ബോറടിക്കത്തില്ല. നമ്മൾ ഇൻട്രോവൽ ആകുമ്പോഴും നമ്മളിങ്ങനെ ഇൻട്രോവലായി ആ ഒരു ഇൻട്രോവൽ കഴിഞ്ഞതിന് ശേഷം അതേ ഒരു ഫോഴ്സിൽ തന്നെയാണ് സിനിമ പോകുന്നത്. ഒരേ ഒരു മൂഡ് നമ്മളെ ക്രിയേറ്റ് ചെയ്തങ്ങ് പോകും. അല്ലാതെ ഒരിടത്ത് താഴ്ന്നത് അങ്ങനത്തെ ഒരു സംഭവമില്ല. നല്ലൊരു സ്റ്റോറിയും. മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഒരു മോളിവുഡിനെ കുറേ വലിച്ചു കീറിയിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. നല്ല രീതിക്ക് വലിച്ചു കീറി കുറേ കാര്യങ്ങൾ എന്താ പറയുക, കുറേ പൊളിറ്റിക്സും കാര്യങ്ങളും മലയാള സിനിമയിലെ കുറേ പൊളിറ്റിക്സും കാര്യങ്ങളും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് സിനിമയിലൂടെ. നല്ല രീതിക്ക് അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല രീതിക്ക് അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കുറേയൊക്കെ സക്സസ് ആയിട്ടുണ്ട്. ആ രീതിക്ക് പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. അങ്ങനത്തെ ഒരു എന്താ പറയുക. പക്ഷെ നസ്ലിൻ്റെ ക്യാരക്ടർ കിടിലായിട്ട് ക്യാരി ചെയ്തു, സൂപ്പറായിട്ട് ക്യാരി ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു നസ്ലിൻ്റെ കരിയറിലെ ഒരു ഗംഭീര പടമായിട്ട് തന്നെ ഈ സിനിമ വരുമെന്നാണ് തോന്നുന്നത്. കാരണം പുള്ളിയുടെ ഒരു എന്താ പറയുക, നസ്ലിൻ്റെ ഒരു കരിയർ മാറ്റുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നൊരു ക്യാരക്ടർ ആവും ഈ സിനിമയ്ക്കകത്ത്. കാരണം നസ്ലിനാണ് ഫുള്ള് തുടക്കം തൊട്ട് അവസാനം വരെയും നസ്ലിൻ. എനിക്ക് തോന്നുന്നു ഒരു സീനിൽ പോലും ഇല്ലാതില്ല, ആ രീതിക്കാണ് ആ സിനിമ പോകുന്നത്. ഫുള്ള് സിനിമയിലും ത്രൂ ഔട്ട് നസ്ലുണ്ട്. കാരണം നസ്ലിൻ്റെ സൗണ്ട് ഓവറിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിലാണ് സെറ്റപ്പ് ഈ സിനിമ ഫുള്ള് പോകുന്നത്. ആ ഒരു ലെവലിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മുകുന്ദനുണി അസോസിയേറ്റ്സ് അറിയാമല്ലോ, ആ രീതിക്ക് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ പറയുമ്പോൾ എല്ലാ സീനിലും നസ്ലിൻ വേണം, മനസ്സിലായി. ആ രീതിക്ക് തന്നെയാണ് സിനിമ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലുള്ളൊരു കിടിലം പടം. ഒന്ന് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല എൻഗേജിങ് ആയിട്ട്, നല്ല രസമായിട്ട്, നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു കിടിലം മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ, ഇപ്പോഴേ പറഞ്ഞേക്കാം. അത് എത്ര പേർക്ക് ആ ഒരു രീതിക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊരു വേസ്റ്റ് പടമായിട്ട് തോന്നുന്നു എന്നൊന്നും എനിക്കറിയില്ല. എത്ര കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നല്ല രീതിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. അപ്പോൾ അതെനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക് പറ്റുമെങ്കിൽ. ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങളൊക്കെ ഇഷ്ടം, മുകുന്ദനുണി അസോസിയേറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ട ആ ഒരു കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ സിനിമ എന്തായാലും നിങ്ങളത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.